പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മോശയെ പറ്റി നമുക്കെല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാം. ആ മോശയുടെ ജീവിതത്തിലെ ചില നിർണായക നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് ഒരു ധ്യാന ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. മോശ അമ്മായിയപ്പൻ്റെ ആടും നയിച്ച് ഒരു സാധാരണ കുടുംബജീവിതം നയിച്ചു പോകുമ്പോഴാണ് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, നീ ഈജിപ്തിലേക്ക് പോയി അവിടെ അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രായേൽക്കാരെ മോചിപ്പിച്ച് വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുവരണം, ഇസ്രായേലിലേക്ക് കൊണ്ടുവരണം. മോശയ്ക്ക് അതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മോശ നിരവധി ഒഴിവ് കഴിവുകൾ ദൈവത്തോട് പറഞ്ഞു. എന്നാൽ ആ ഒഴിവ് കഴിവുകളൊന്നും സ്വീകരിക്കാതെ ദൈവം അദ്ദേഹത്തെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. മോശ പോയി ഫറവോയുടെ മുമ്പിൽ അത്ഭുതങ്ങൾ ചെയ്ത് ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിച്ച് വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുപോന്നു. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ 40 വർഷത്തോളം ഈ ജനത്തെ കൊണ്ട് മോശ ഈ മരുഭൂമിയിലൂടെ നടന്നു. ഏതാണ്ട് 6 ലക്ഷത്തോളം പല പ്രായത്തിലുള്ള മനുഷ്യർ, എണ്ണയാലൊടുങ്ങാത്ത കന്നുകാലികൾ, ഇതെല്ലാം കൊണ്ട് മരുഭൂമിയിലൂടെ 40 കൊല്ലം ഒരു ജനത്തെ നയിക്കുക എന്ന് വെച്ചാൽ എത്രയോ ത്യാഗനിർഭരമായ ഒരു കാര്യമായിരിക്കും. ഈ യാത്രയ്ക്കിടയിൽ മോശ ഈ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഒരുപാട് പ്രാർത്ഥിച്ചു. അവരുടെ അതിക്രമങ്ങൾക്ക് മാപ്പ് ചോദിച്ചു. ദൈവത്തെ കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ഈ ജനത്തിന് വേണ്ടി ചെയ്യിപ്പിച്ചു. എന്നിട്ടും ഈ ജനം മോശയെ എത്രയോ തവണ തള്ളിപ്പറഞ്ഞു. ഞാൻ പറയും, ലോക ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചീത്ത കേട്ട മനുഷ്യൻ മോശയായിരിക്കും. 6 ലക്ഷത്തോളം മനുഷ്യരല്ല, കുറേ പേര് കുട്ടികളാണെന്ന് വിചാരിച്ചു, കുറേ നല്ലവരുമുണ്ടെന്ന് വിചാരിച്ചു. അവരെയൊക്കെ ഒഴിവാക്കിയാൽ ഏറ്റവും ചുരുങ്ങിയൊരു 3-4 ലക്ഷം പേര് 40 കൊല്ലം മരുഭൂമിയിലിട്ട് ഒരു മനുഷ്യനെ തെറി വിളിച്ചാൽ, കുറ്റം പറഞ്ഞാൽ എന്തുമാത്രം പറയും? ഇത് മുഴുവൻ കേട്ടിട്ടും ഒരാപലാതിയും പരാതിയുമില്ലാതെ ജനത്തെ നയിച്ച് അവർക്ക് വേണ്ടി ദൈവത്തെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിപ്പിച്ച് മോശ പോയി. അങ്ങനെ അവർ അവസാനത്തെ മലയിലെത്തി, നെബോ പർവ്വതത്തിൽ. അവിടെ നിന്ന് നോക്കിയാൽ ഏതാനും കിലോമീറ്ററുകൾ അകലെ ഈ വാഗ്ദാന നാട് കാണാം. അപ്പോൾ അവിടെ വെച്ച് ദൈവം മോശയോട് പറയുകയാണ്, മോശയെ, ഈ വാഗ്ദാന നാട്ടിലേക്ക് നിന്നെ ഞാൻ പ്രവേശിപ്പിക്കുകയില്ല, നീ ഇവിടെ വീണും മരിക്കും. സ്വാഭാവികമായിട്ട് അപ്പോൾ മോശയ്ക്ക് ഉണ്ടായിക്കാൻ സാധ്യതയുള്ള ചിന്ത എന്താണ്? ദൈവമേ, അന്നേ ഞാൻ പറഞ്ഞതാ എനിക്ക് ഈ കാര്യത്തിൽ താല്പര്യമില്ല, നീ എന്നെ നിർബന്ധിച്ച് കെട്ടിയെടുത്ത് കൊണ്ടുവന്ന ഈ പണി ചെയ്യിച്ചത്. എൻ്റെ വീടും കുടുംബവും നാടും ഉപേക്ഷിച്ച് ഞാൻ അവിടെ പോയി ഫറവോയുടെ അവിടുത്തെ ഗുസ്തി പിടിച്ച് ഈ അത്ഭുതങ്ങൾ ചെയ്ത് ഈ ജനത്തെ വിമോചിപ്പിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലുള്ള 40 കൊല്ലം കൊണ്ടു നടന്ന് അവസാന വാഗ്ദാന നാടിൻ്റെ വാതക്കലെത്തി. ദൈവമേ, സ്വാഭാവികമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ദൗത്യം ഒന്ന് പൂർത്തിയാക്കാനാണ്. ഈ വാഗ്ദാന നാട് പിടിച്ചടക്കി ജനങ്ങൾക്കത് വിധിച്ചു കൊടുത്ത് അവരവിടെ സ്വസ്ഥമായി ജീവിക്കുന്നത് കണ്ടിട്ട്, കാരണവന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ 2-4 ദിവസം കാലം നീട്ടിയിരുന്ന് സ്വസ്ഥമായിട്ട് മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും ത്യാഗം ചെയ്യിച്ച് നിങ്ങളെ ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ഈ അവസാന നിമിഷം നീ എന്നെ വാഗ്ദാന നാട്ടിൽ കയറ്റൂല, നീ എന്നെ മരിപ്പിക്കുമെന്ന് പറയുന്നത് ദൈവമേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മൂസ പറഞ്ഞു കാണും, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടെങ്കിലുമുണ്ട്. ഏതായാലും മൂസയുടെ ആ ചിന്തയെ ഒന്നും ദൈവം മാനിച്ചില്ല. മൂസ അവിടെ വെച്ച് മരിച്ചു. തുടർന്ന് ഇസ്രായേൽ ജനത്തെ നയിക്കുന്നത് ജോഷുവയാണ്. അതങ്ങോട്ട് പോകട്ടെ. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഇതാണ്. ഈ പുറപ്പാട് വളരെ നീണ്ട ഒരു ദൗത്യമായിരുന്നു. ഒരുപാട് പേരുടെ പങ്കാളിത്തത്തോടുകൂടി ദൈവം നടപ്പാക്കിയ ഒരുപാട് വർഷങ്ങൾ നീണ്ട ഒരു ചരിത്ര സംഭവമായിരുന്നു ഈ പുറപ്പാട്. ഈ പുറപ്പാടിൻ്റെ മുഴുവൻ ദൗത്യവും മോശയെ കൊണ്ട് ചെയ്യിക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. പുറപ്പാട് എന്ന നീണ്ട ദൗത്യത്തിനെ ദൈവം പല ഭാഗങ്ങളായി തിരിച്ച് അതിൽ ഒരു ഭാഗം മോശയെ ഏൽപ്പിച്ചു.
നമ്മളൊക്കെ കടകളിൽ നിന്ന് ബ്രെഡിൻ്റെ പാക്കറ്റ് വാങ്ങുന്നതാണ്. ഒരു പാക്കറ്റ് വാങ്ങിയാൽ 12, 16, 20 കഷണമൊക്കെ അതിനകത്ത് കാണും. ഇപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കഷണമല്ല, അതെല്ലാം കൂടി ചേരുന്നതാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ പുറപ്പാടിനെ ദൈവം പല കഷണങ്ങളായിട്ട് അങ്ങ് തിരിച്ചു. അതിൽ ഒരു ഭാഗം മോശയെ ഏൽപ്പിച്ചു. ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ഇവരെ മോചിപ്പിച്ച് ഈ നെബോ പർവ്വതത്തിൽ വരെ കൊണ്ടുവരിക. അവിടെ എത്തുമ്പോഴും പുറപ്പാട് അപൂർണമാണ്. പക്ഷെ പുറപ്പാട് എന്ന ദൗത്യത്തിൽ മോശയെ ഏൽപ്പിച്ച ദൗത്യം തീർന്നു. അപ്പം ദൈവം മോശയെ തിരിച്ചു വിളിച്ചു. യോസേപ്പ് പിതാവിനെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഈ മറിയത്തെ എനിക്ക് കെട്ടണ്ട, അല്ലെ അവൾ ഗർഭിണിയാണ്, ഞാൻ അവളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞതാ. ദൈവം നിർബന്ധിച്ച് മറിയത്തെ ഭാര്യയായി സ്വീകരിപ്പിച്ചു. ഈ ഉണ്ണിയേശുവിൻ്റെ ജനനം ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട് ഈ യോസേപ്പ് പിതാവ് എത്ര സഹിച്ചു. എന്നിട്ട് ഈ കൊട്ടി ഉണ്ണിയേശു അല്പം ഒന്ന് പ്രാഞ്ചാറായപ്പോൾ ഈ ജോസഫിനെ തിരിച്ചു വിളിച്ചു. മാതാവ് ഒരു വിവാഹ നിശ്ചയം കരുതുന്ന ആളാണ്. അവിടെ നിന്നാണ് വിളിച്ച് ദൈവത്തിൻ്റെ അമ്മയാകാമെന്ന് ചോദിച്ചത്. അമ്മയായി. 30 വയസ്സായപ്പോൾ ഈ മകനും പോയി, ഭർത്താവും മരിച്ചു, വിധവയായി തീർന്നു. സ്നാപക യോഹന്നാൻ എന്ന് ഓർത്ത് നോക്കിക്കേ. മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിൽ ജനിച്ച ഏക സന്താനമാണ്. സ്വാഭാവികമായിട്ടും കാരണവന്മാരെ നോക്കി വീട്ടിൽ കഴിയേണ്ട ആളാണ്. പക്ഷെ അത് പ്രാഞ്ചാറായപ്പോൾ ദൈവം അതിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. എന്നിട്ട് മരുഭൂമിയിൽ നിന്ന് ജനസമൂഹത്തിലേക്ക് വന്നിട്ട് യേശു ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അവൻ്റെ പുറകെ പോ. തുടർന്ന് യോഹന്നാനെ തലപെട്ടി കൊന്നു. അപ്പോൾ ഈ യോസേപ്പ് പിതാവിന് ദൈവമേൽപ്പിച്ച ഒരു പണിയുണ്ടായിരുന്നു. ഈ മറിയത്തിനൊരു സംരക്ഷണം വേണം, ഉണ്ണിയേശുവിന് ഒരു വളർച്ച പിതാവ് വേണം. ആ കൊച്ച് അത്യാവശ്യം ജീവിക്കാറായപ്പോൾ യോസേപ്പിൻ്റെ പണി കഴിഞ്ഞ് തിരിച്ചു വിളിച്ചു. ഈ ദൈവത്തിന് മനുഷ്യനായി അവതരിക്കാൻ ഒരു സ്ത്രീയെ വേണമായിരുന്നു. മാതാവിനെ തിരഞ്ഞെടുത്തു. ആ ദൗത്യം കഴിഞ്ഞു. യേശുക്രിസ്തുവിനെ ലോകത്തിന് രക്ഷകനായി, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി പരിചയപ്പെടുത്തുവാൻ ഒരു മനുഷ്യനെ വേണമായിരുന്നു. അതിനൊരു സ്നാപക യോഹന്നാനെ തിരഞ്ഞെടുത്തു. ആ ദൗത്യം കഴിഞ്ഞപ്പോൾ ദൈവം അവരെ തിരിച്ചു വിളിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയും ജീവിതം എങ്ങനെയാണ്? നമുക്ക് ഓരോരുത്തർക്കും 1000 കൊല്ലം ജീവിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ജീവിച്ചേനെ. 1,00,000 കൊല്ലം ജീവിക്കാൻ കിട്ടിയാൽ നമ്മൾ ജീവിച്ചേനെ. 25-30 വയസ്സുള്ള ഒരു ഭർത്താവായി, ഒരു ഭാര്യയായി, 1,00,000 കൊല്ലം ജീവിക്കാൻ കിട്ടിയാൽ ഭൂരിപക്ഷം പേരും സന്തോഷത്തോടെ അതിനെ സ്വീകരിച്ചേനെ. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് 100 കൊല്ലം ഇരിക്കാൻ ബാക്കി കേട്ടാൽ 100 പേരെ കൈനീട്ടി സ്വീകരിച്ചേനെ. അവനും ഞാൻ തന്നെ കെട്ടിയുണ്ടാക്കിയ ഒരു സ്ഥാപനം, അത് അത്യാവശ്യം ഒന്ന് പച്ചപിടിക്കാറായപ്പോൾ എന്നെ ട്രാൻസ്ഫർ അടിച്ച് വേറൊരു സ്ഥലത്തേക്ക് വിടുമ്പോൾ എനിക്ക് പോകാൻ വിഷമമാണ്. പക്ഷേ എന്നെ വിടുകയാണ്, ദൈവം എന്നെ കൊണ്ടുപോവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എത്ര കാലം ലോകാവസാനം വരെ ജീവിക്കാൻ ദൈവം ആയുസ്സ് തന്നാലും നമ്മൾ ജീവിക്കും. ലോകാവസാനം വരെ ആരോഗ്യമുണ്ടെങ്കിൽ ചെയ്യാൻ നമുക്ക് പണിയുണ്ട്. ലോകാവസാനം വരെ ജീവിക്കാൻ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്, സ്വപ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുക? ഒരു കാലം കഴിയുമ്പോൾ പ്രായമാകുന്നു, രോഗിയാകുന്നു, ഈ ലോകം വിട്ടുപോകുന്നു. ദൗത്യം അവിടെ കിടക്കുന്നു, പക്ഷെ നമ്മുടെ ദൗത്യം തീരുന്നു. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. നിങ്ങളുടെ അതേ വീട്ടുപേരിൽ എത്രയോ നൂറ്റാണ്ട് മുമ്പ് ഒരു കുടുംബമുണ്ടായിരുന്നു. ഇന്നും ആ കുടുംബം നിലനിൽക്കുന്നു. ഒന്ന് ഓർത്തു നോക്കിക്കേ. അന്ന് ആ കുടുംബത്തിൽ ജീവിച്ചിരുന്ന, ആ കുടുംബത്തെ താങ്ങി നിർത്തിയ, ആ വീട്ടുപേരിനെ നിലനിർത്തിയ ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ന് ആ കുടുംബത്തിലുണ്ടോ? ഇല്ല, എല്ലാവരും അപ്രത്യക്ഷരായി. ഇന്ന് ആ കുടുംബം അറിയപ്പെടുന്നത്, ആ കുടുംബം മുന്നോട്ട് പോകുന്നത് നിങ്ങളിലൂടെയാണ്. ഇന്നേക്കൊരു 50 കൊല്ലം കഴിയട്ടെ, അല്ലെ 75 കൊല്ലം കഴിയട്ടെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരും ആ കുടുംബത്തിലുണ്ടാവില്ല. പക്ഷേ ആ കുടുംബം നിലനിൽക്കും. നമ്മൾ കെട്ടിയുണ്ടാക്കിയ സ്ഥാപനങ്ങൾ, നമ്മൾ പ്രിൻസിപ്പളായിരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഭരിച്ച ഓരോ സ്ഥാപനങ്ങൾ, നമ്മൾ സുപ്പീരിയേഴ്സായിരുന്ന ആശ്രമങ്ങൾ നോക്കിക്കേ. ആ സ്ഥാപനം എത്രയോ കാലമായിട്ട് അവിടെ നിന്നു. അന്നുള്ള സുപ്പീരിയേഴ്സ് അന്ന് ജീവിച്ചവരിന്ന് അവിടെ ഇല്ല. പക്ഷേ ആ സ്ഥാപനം നിലനിൽക്കുന്നു. ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞാലും ആ സ്ഥാപനം നിലനിൽക്കും. പക്ഷെ നമ്മൾ ആരും ഇവിടെ ഉണ്ടാവില്ല. ഈ ഇടവ പള്ളി ഒരു വിഷയം എടുത്തു നോക്കി, ഇതിൻ്റെ ചരിത്രം എനിക്കറിയില്ല. എന്നാലും ഈ പള്ളി പണിയിപ്പിച്ച അച്ഛൻ ഇന്ന് ലോകത്തുണ്ടോ എനിക്കറിയില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, ആ അച്ഛൻ ഇന്ന് ഇവിടുത്തെ വികാരിയല്ല. ഇന്നിവിടെ വികാരിയായിരിക്കുന്ന അച്ഛനെ ഇവിടെ നോക്കിക്കോ, എന്നോ വന്നു കൂടി വന്നാൽ 2-3 കൊല്ലം കൂടി ഇരിക്കും, അച്ഛൻ ഇവിടെ നിന്ന് പോകും. അപ്പോൾ ദൗത്യം അപൂർണമായി കിടക്കുമ്പോഴും, ചെയ്യാനുള്ള കാര്യങ്ങൾ ബാക്കി കിടക്കുമ്പോഴും ദൈവം നമ്മളെ തിരികെ വിളിക്കും.
ദൈവം മനുഷ്യരെ റീപ്ലേസ് ചെയ്യും. പ്രസ്ഥാനം തുടരും, കുടുംബം തുടരും, സ്ഥാപനം തുടരും, ലോകം നിലനിൽക്കും. പക്ഷെ നമ്മൾ കടന്നു പോകും. നമുക്ക് ചിന്തിക്കുക, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സ്ഥാപനങ്ങളെ നയിച്ചവരെ ഇന്ന് എവിടെ? പ്രഭാഷകൻ 10:10 ഇന്ന് രാജാവ് നാളെ ജഡം. ഇന്ന് രാജാവ് നാളെ ജഡം. ഇപ്പം ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ നമ്മൾ പറയും രാജാവ്. ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രാജാവെന്നല്ല നമ്മൾ പറയുക, ജഡമെന്ന. ജഡമെന്ന് പോലും പറയാറില്ല. ഇച്ചിരൂടെ സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ ശവമെന്ന് പറയാം. ഞാനിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ആളുകൾ എന്നെ വയലിലച്ചെന്ന് പറയും. ഞാനങ്ങ് മരിച്ചെൻ്റെ ജീവൻ നഷ്ടപ്പെടുക വയലിലച്ചൻ്റെ ശവമെന്ന് പറയുക. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പേര് വെച്ചിട്ട് വേണേൽ പറയാം. ആ പേര് വെച്ച് ഇപ്പോൾ ഇത് ഇന്ന സിസ്റ്ററാണ്, ഇന്ന അച്ഛനാണ്, ഇന്ന ചേച്ചിയാണ്, ഇന്ന ചേട്ടനാണെന്ന് പറയും. ആ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞ ആ സിസ്റ്ററിൻ്റെ ശവം, ആ അച്ഛൻ്റെ ശവം, ആ ചേച്ചിയുടെ ശവം, ആ ചേട്ടൻ്റെ ശവം, ഇത്രയേ ഉള്ളൂ. അപ്പം ജീവനാണ് നമുക്ക് അസ്തിത്വം തരുന്നത്, നമുക്ക് വില തരുന്നത്. ഈ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അഥവാ ജീവനെ ദൈവം തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്നുമല്ല. അപ്പം നമ്മൾ ഇന്നലെ ഇല്ലായിരുന്നു, ഇന്ന് ഉണ്ട്, നാളെ ഇല്ല. നമുക്ക് എന്താ പറ്റുന്നത്? ദൈവം നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരു അവസരം തന്നിരിക്കുക. ഈ ലോകത്തിൻ്റെ പ്രയാണത്തിൽ ഏതോ ഒരു കാലഘട്ടത്തിൽ, ഏതോ ഒരു സ്ഥലത്ത്, ഏതോ ഒരു നിശ്ചിത സമയം ജീവിച്ച് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ദൈവം നമ്മളെ ലോകത്തിലേക്ക് അയക്കുക. ഈ മൂശയെ അയച്ചതുപോലെ, ഈ മറിയത്തെ അയച്ചതുപോലെ, ഈ ജോസഫിനെ അയച്ചതുപോലെ, പ്രവാചകന്മാരെ അയച്ചതുപോലെ നമ്മളെ അയച്ചിരിക്കുക. ഏതോ ഒരു കാലഘട്ടത്തിൽ, ഏതോ ഒരു നാട്ടിലിരുന്ന് ദൈവം ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്യുക. നിർബന്ധമായിട്ട് നമ്മളെല്ലാവരും കടന്നു പോകേണ്ട 2-3 അവസ്ഥകളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ മരണം. രണ്ടാമതാണ് നമ്മളുടെ ഒരു വിധി, ദൈവം നമ്മളെ വിധിക്കുന്ന ഒരു കാര്യം. മൂന്നാമത്തേതാണ് നമ്മുടെ മരണാനന്തര ജീവിതം. അപ്പോൾ മരണം, ദൈവം നടപ്പാക്കുന്ന വിധി, മരണാനന്തര ജീവിതം, ഈ 3 കാര്യങ്ങളെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കത്തില്ല. സഭാപ്രസംഗകൻ 12:5 നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യൻ തൻ്റെ നിത്യഭവനത്തിലേക്ക് പോകും. മനുഷ്യൻ തൻ്റെ നിത്യഭവനത്തിലേക്ക് പോകും. പോകാതിരിക്കാൻ പറ്റില്ല. പോകണമെങ്കിൽ മരിക്കണം. മത്തായി 25:31 മുതൽ 46 വരെ വചനങ്ങളിൽ അന്ത്യവിധിയെപ്പറ്റി കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് കുരിശിൻ്റെ അകമ്പടിയോടുകൂടി, മാലാഖമാരുടെ അകമ്പടിയോടുകൂടി വാനമേഘങ്ങളിൽ മഹത്വത്തോടെ പ്രത്യക്ഷനാകും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും, മരിച്ചവരെ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഒന്നിച്ചു കൂട്ടപ്പെടും. ഇടയൻ ചെമ്മലയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ ദൈവം സർവ്വ മനുഷ്യരെയും 2 ഗ്രൂപ്പാക്കി തിരിക്കും. അഥവാ ആളുകൾ സ്വയം 2 ഗ്രൂപ്പായി തിരിഞ്ഞു നിൽക്കും. ഒരു കൂട്ടർ വലതുവശത്ത്, മറുകൂട്ടർ ഇടതുവശത്ത്. നന്മ ചെയ്തിട്ടുള്ളവർ, പാപമില്ലാതെ മരിച്ചവർ, സ്വർഗത്തിൽ പോകാൻ യോഗ്യരായവരെ വലതുവശത്ത് നിർത്തും, മറ്റുള്ളവരെ ഇടതുവശത്ത് നിർത്തും. എന്നിട്ട് വലതുവശത്തുള്ളവരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയ രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഇടതുവശത്തുള്ളവരോട് പറയുക, ശപിക്കപ്പെട്ടവരെ എന്നാണ്, നിങ്ങൾ പിശാചിനവൻ്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയ നിത്യ നരകത്തിലേക്ക് പോകുവിൻ എന്നാണ് കർത്താവ് പറയുക. അപ്പം മരണശേഷം ഉത്ഥാനമുണ്ട്, ഉത്ഥാനം കഴിഞ്ഞ് വിധിയുണ്ട്. ഈ വിധി നമ്മളെല്ലാവരും നിർബന്ധമായിട്ട് കടന്നു പോകും. ചില ആളുകൾ പറയും, ലോകാവസാനമൊന്നുമില്ല എന്ന്. ഇന്ന് സപ്പോസ് ലോകാവസാനം ഇല്ലെന്ന് തന്നെ വിചാരിക്കുക, ലോകാവസാനം ഇല്ലെന്ന് തന്നെ വിചാരിക്കുക. എങ്കിലും ഞാൻ പറയട്ടെ, നമുക്ക് ഓരോരുത്തർക്കും ഒരു ലോകാവസാനമുണ്ട്. വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും ഒരു ലോകാവസാനമുണ്ട്. അത് നമ്മളുടെ മരണ നിമിഷമാണ്. മരിക്കുന്ന നിമിഷം ലോകം അവസാനിക്കും. നമുക്ക് മരിച്ചടക്കിൻ്റെ പ്രാർത്ഥനയിലും ചിലപ്പോൾ അച്ഛന്മാരുടെ പ്രസംഗത്തിലുമൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, നമുക്ക് ഈ ആത്മാവിനെ യാത്ര അയക്കാമെന്ന്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, വെറുതെ നുണ പറയുന്നത്. നമ്മൾ ആരും ഒരാത്മാവിനെ യാത്ര അയക്കണ്ട. നമ്മൾ യാത്ര അയക്കുന്നതിന് മുമ്പ് ആത്മാവ് പോയി കഴിഞ്ഞിരിക്കും, ദൈവസന്നിധിയിൽ എത്തിയിരിക്കും. ആ ആത്മാവിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വിധി നടപ്പാക്കി കഴിഞ്ഞിരിക്കും. ആ വിധി അനുസരിച്ച് ഒന്നെങ്കിൽ സ്വർഗത്തിൽ, അല്ലെങ്കിൽ നരകത്തിൽ, അതുമല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ ആ ആത്മാവ് ആ അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതാണ് സത്യം. പിന്നെ നമ്മളെ യാത്രയാക്കുന്നത് ഈ ആത്മാവ് കുടികൊണ്ട ശരീരത്തെ മാത്രമാണ്. പ്രഭാഷകൻ 11:28 പറയുന്നുണ്ട്, മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്,
എന്തെന്നാൽ മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. നമ്മളൊക്കെ ആളുകളെ ഭാഗ്യവാന്മാരെന്ന് നിർഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നത് തികച്ചും മാനുഷികമായ പരിഗണനകൾ വെച്ചുകൊണ്ട്, അഥവാ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ്. ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, സാമ്പത്തിക സ്ഥിതിയുണ്ട്, നല്ല കുടുംബമുണ്ട്, അനുഗ്രഹീതരായ മക്കളുണ്ട്, സമൂഹത്തിൽ നിലയുണ്ട്, വിലയുണ്ട്. നമ്മൾ പറയും ഭാഗ്യവാൻ, ഭാഗ്യവതി. ഇല്ലാത്തവരെ നമ്മൾ പറയും നിർഭാഗ്യവാൻ, നിർഭാഗ്യവതി. എന്നാൽ ദൈവമായ കർത്താവ് പറയുന്നു, ഒന്നാമത്തെ കൂട്ടരെ ഭാഗ്യവാന്മാരെന്നും ഭാഗ്യവതികളെന്നും പറയാൻ വരട്ടെ, വെയിറ്റ്. രണ്ടാമത്തെ കൂട്ടരെ നിർഭാഗ്യവാന്മാരെന്നും നിർഭാഗ്യവതികളെന്നും വിളിക്കാൻ വരട്ടെ, കാത്തിരിക്കുക. കാരണം മരിച്ച് ആരുടെ ആത്മാവ് സ്വർഗത്തിൽ പോകുന്നുവോ, മരിച്ച് ആരുടെ ആത്മാവ് സ്വർഗത്തിൽ പോകുന്നുവോ അവർ മാത്രമാണ് ഭാഗ്യവാന്മാർ. അല്ലാത്തവരെല്ലാം നിർഭാഗ്യവാന്മാരെന്ന് കർത്താവ് പറയുക. ഇപ്പം നമ്മൾ ഇന്ന് ഭാഗ്യവാന്മാരെന്ന് കരുതുന്ന പലരും നിർഭാഗ്യവാന്മാരായി എന്ന് വരാം. നിർഭാഗ്യവാന്മാരെന്ന് നമ്മൾ കരുതുന്ന പലരും ഭാഗ്യവാന്മാരെന്ന് പറയും. കർത്താവ് ഫരീസയരോടൊക്കെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് മുമ്പേ വേശ്യകളും ചുങ്കക്കാരും സ്വർഗത്തിൽ പോകും. അതിനർത്ഥം എന്താ? നമ്മൾ നിർഭാഗ്യവാന്മാരെന്ന് കണ്ട് എഴുതിത്തള്ള ആളുകളായിരിക്കും, നമ്മൾ വില കൊടുക്കാത്തവരായിരിക്കും, നമ്മൾ പാപികളെന്ന് കണ്ട് എഴുതിത്തള്ളവരായിരിക്കും ഒരുപക്ഷേ നമുക്ക് മുമ്പേ സ്വർഗത്തിലെത്തുക. അപ്പം അതുകൊണ്ട് ഭാഗ്യവും നിർഭാഗ്യവും തീരുമാനിക്കേണ്ടത് ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ചിട്ടല്ല. പ്രത്യുത മരിച്ച് സ്വർഗത്തിലെത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് നമ്മളത് തീരുമാനിക്കേണ്ടത്. കർത്താവ് പറയുന്നു, മരിച്ച് ആര് സ്വർഗത്തിൽ പോകുന്നുവോ അവരാണ് ഭാഗ്യവാന്മാർ, അല്ലാത്തവരൊക്കെ നിർഭാഗ്യവാന്മാരാണ്. മത്തായി 16:26 യേശു പറഞ്ഞു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നശിച്ചാൽ അവൻ എന്ത് ഫലം? ആത്മാവിന് പകരമായി അവൻ എന്ത് കൊടുക്കും? ഇപ്പം നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ലോകം വിട്ടു പോകേണ്ടി വരും. ഒരു മരണം നമുക്ക് ഉറപ്പാണ്. അത് കഴിഞ്ഞാൽ ഒരു പുനരുത്ഥാനമുണ്ട്, ഒരു വിധിയുണ്ട്, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്, ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട്. ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് ദൈവം അതിലേതെങ്കിലും ഒന്നിലേക്ക് വിടും. ശുദ്ധീകരണ സ്ഥലമാണെങ്കിൽ താൽക്കാലികമാണ്, സ്വർഗത്തിലെത്താമെന്ന പ്രതീക്ഷയുണ്ട്, എത്തും. നരകമാണെങ്കിൽ അതും തീരില്ല, സ്വർഗമാണെങ്കിൽ അതും തീരില്ല. അതെന്താണേലും നമ്മൾ അനുഭവിച്ച് തീർക്കണം. ഞാൻ ഒരിക്കൽ ഒരു ആശുപത്രിയിൽ എന്നെ ഒരു രോഗിയെ കുമ്പസാരിപ്പിക്കാൻ മക്കൾ വിളിച്ചു. ഒരുപാട് പ്രായം ചെന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ബോധമൊക്കെയുണ്ട്. മക്കൾ പറഞ്ഞ, അച്ഛാ കുമ്പസാരിച്ചിട്ട് എത്ര വർഷമായെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല, എന്ത് ചെയ്താലും സമ്മതിക്കില്ല, മരിക്കും, ഏതാനും ദിവസം കൊണ്ട് ജീവിക്കുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അച്ഛൻ എങ്ങനെയും ഒന്ന് കുമ്പസാരിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. എന്നെ കണ്ടതേ ചേട്ടൻ ഇങ്ങനെ സ്തുതിയില്ലേ, കൈ ഇങ്ങനെ കൂപ്പി. ഞങ്ങൾ സംസാരിച്ചു, നാട് വീട് കാര്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ച് വർത്താനം പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. പെട്ടെന്ന് ആ മനുഷ്യൻ്റെ എതിർവശത്തേക്ക് തിരിഞ്ഞ് ഇങ്ങനെ അട്ട പോലെ ചുരുണ്ട് കൈയൊക്കെ കാലിൻ്റെ ഇടയിലേക്ക് വെച്ച് കണ്ണും പൂട്ടി ഒരൊറ്റ കിടപ്പ. തിരിച്ചും മറിച്ചും വിളിച്ചു, മക്കളെ കുലുക്കി വിളിച്ചു, പുള്ളി അനങ്ങുമില്ല, കണ്ണും തുറക്കൂല. ഞാൻ അവിടെ നിന്ന് കുറേ ശ്രമിച്ചിട്ട് പോയി. പിറ്റേ ദിവസവും ഞാൻ ചെന്നു. എന്നെ കണ്ടത് മൂപ്പര് ചുരുണ്ട് കൂടി കണ്ണും പൂട്ടി കിടന്നു. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി. വികാരിച്ചൻ 2 3 തവണ ചെന്നു. പക്ഷെ ആ മനുഷ്യന് കുമ്പസാരിച്ചില്ല. അതേ അവസ്ഥയിൽ മരിച്ചു. മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ 16 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അത് തെറ്റൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പനി പിടിച്ച് കിടന്നിട്ട് ഒരു പനിയുടെ ഗുളിക വാങ്ങിക്കൊടുക്കാൻ ചോദിച്ചിട്ട് ഈ 16 ലക്ഷം രൂപ ബാങ്കിൽ കിടക്കുന്ന മനുഷ്യനൊരു പനിയുടെ ഗുളിക വാങ്ങിക്കൊടുത്തില്ല. അവസാനം ഈ കോട്ടയത്ത് നിന്ന് വയനാട് മകനെത്തിയിട്ടാണ് ഈ അമ്മയ്ക്ക് ഒരു ഗുളിക വാങ്ങിക്കൊടുത്തത്. ഈ 16 ലക്ഷം രൂപ ബാങ്കിൽ കിടക്കുന്ന മനുഷ്യൻ സ്വന്തം ഭാര്യയ്ക്ക് ഈ ഒരു ഗുളിക പോലും വാങ്ങിക്കൊടുത്തില്ല. അദ്ദേഹം പോയി. എന്തോ നേടി? കർത്താവ് പറയുക, അവർ മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവനെന്ത് പ്രതിഫലം, അവനെന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി അവനെന്ത് കൊടുക്കും? വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 7-ാം അധ്യായം 9 മുതലുള്ള വചനത്തിൽ സ്വർഗത്തിൻ്റെ ദർശനമുണ്ടാകുന്നത്. എണ്ണയാൽ തീരാത്ത ജനങ്ങൾ വെള്ളവസ്ത്രം തയ്ച്ച് കയ്യിൽ കുരുത്തോല പിടിച്ച് കുഞ്ഞാടിനെ സ്വീകരിക്കാൻ നിൽക്കുന്നു. യോഹന്നാൻ ചോദിച്ചു, ഇവരാരാണ്? ഇവരെന്തിനാണ് നിൽക്കുന്നത്?
കിട്ടിയ ഉത്തരം ഇതാണ്: ഇവരാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ, കുഞ്ഞാടിനോടൊപ്പം സ്വർഗത്തിൽ പോകാൻ കാത്തു നിൽക്കുന്നവർ. എന്ന് വെച്ചാൽ യേശുവിൻ്റെ പീഡാസഹനത്തിലൂടെ, മരണത്തിലൂടെ, രക്തത്തിലൂടെ രക്ഷിക്കപ്പെട്ട ആത്മാക്കൾ സ്വർഗത്തിൽ പോകാൻ കാത്തു നിൽക്കുന്നു. അവരുടെ എണ്ണം എത്രയാ? എണ്ണിയാൽ തീരാത്ത അത്ര. എന്ന് വെച്ചാൽ യേശുവിൻ്റെ സഹന മരണത്തിലൂടെ എണ്ണിയാൽ തീരാത്ത അത്രയും ആളുകൾ രക്ഷപ്പെടുന്നുണ്ട് എന്നത് സന്തോഷകരമാണ്. പക്ഷെ അതിൻ്റെ അകത്തൊരു ദുഃഖമുണ്ട്. ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ച എല്ലാ മനുഷ്യരും ആ കൂട്ടത്തിലില്ല. അതിനർത്ഥം കുറേ പേര് നശിച്ച് നരകത്തിൽ പോണു. ഇതൊരു ദുഃഖസത്യമാണ്. ഒരു വിഷയം നമ്മൾ ഓർത്തു വെക്കുക, ഇന്ന് ഈ ലോകം നമ്മളോട് മരണത്തെപ്പറ്റി പറയില്ല. ഒരു മാധ്യമങ്ങളും മരണത്തെപ്പറ്റി പറയില്ല. ഒരു നേതാക്കന്മാരും മരണത്തെപ്പറ്റി പറയില്ല. മരണശേഷം വിധിയുണ്ടെന്ന് പറയില്ല. സ്വർഗമുണ്ടെന്നോ നരകമുണ്ടെന്നോ ശുദ്ധീകരണ സ്ഥലമുണ്ടെന്നോ പറയില്ല. അവർ നമ്മുടെ മുമ്പിൽ സ്ഥാപിക്കുന്നത് ദൈവമില്ലാത്ത, മരണത്തിന് ശേഷം ജീവിതമില്ലാത്ത, വിധിയില്ലാത്ത, സ്വർഗമില്ലാത്ത, നരകമില്ലാത്ത, ശുദ്ധീകരണ സ്ഥലമില്ലാത്ത ഒരു ലോകമാണിത്. ഈ ലോകത്തെ കൊണ്ട് ജീവിതം തീരും, ഇവിടെ എന്തൊക്കെ ചെയ്ത് ജീവിക്കാവോ അതൊക്കെ ചെയ്ത് ജീവിച്ചോ എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ വളർത്തിക്കൊണ്ട് വരിക. ഈ കാഴ്ചപ്പാടിൻ്റെ ഇടയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എത്ര നല്ല ശിക്ഷണം കൊടുത്ത് ആധ്യാത്മികതയെ കൊടുത്ത് വളർത്തിയാലും കുറേ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നത്. കാരണം ഈ ലോകത്തിൻ്റെ സ്വാധീനം അത്രമാത്രമാണ്. പലരും പറയാറുണ്ട്, നമ്മൾ ലോകവും തമ്മിലുള്ള ബന്ധം വെള്ളവും വള്ളവും പോലെയുള്ള ബന്ധമായിരിക്കണമെന്ന്. വെള്ളവും വള്ളവും പോലെയുള്ള ബന്ധം. വള്ളത്തിന് മുന്നോട്ട് നീങ്ങണമെങ്കിൽ വെള്ളം കൂടാതെ പറ്റത്തില്ല. വെള്ളത്തിലൂടെ വള്ളത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. പക്ഷേ വള്ളത്തിൻ്റെ അകത്ത് വെള്ളം കയറിയാൽ വള്ളം മുങ്ങിപ്പോവുകയും ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയൂ. ലൗകിക വ്യഗ്രതകളിൽ ഏർപ്പെട്ടേ ജീവിക്കാൻ കഴിയും. പക്ഷേ ലോകം നമ്മളെ കീഴടക്കിയാൽ, ലൗകിക വ്യഗ്രതകൾ നമ്മളെ കീഴടക്കിയാൽ ഈ ലോകം നമ്മളെ മുക്കിക്കളയും. നമ്മൾ നിത്യനരകത്തിൽ ചെന്ന് വിടും. അത് ലോകത്തിൽ ജീവിക്കുമ്പോഴും നമുക്ക് പരലോകത്തേക്ക് ഒരു കണ്ണ് വേണം. പരലോകത്തേക്ക് ഒരു കണ്ണ് വേണം. നമ്മൾ ഈ പർവ്വത ആരോഹകരെ മല കയറുന്നത് ചിലപ്പോൾ ടെലിവിഷനിലെങ്കിലും കണ്ടിട്ടുണ്ടാകും. കിഴുക്കാൻ തൂക്കായ പാറക്കെട്ടുകളും മഞ്ഞുമലയുമൊക്കെ അവർ കയറുന്നത്. അവർ പർവ്വത കയറുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് അവർ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് ശ്രദ്ധിക്കണം. ഒന്ന്, എത്തേണ്ട ഒരു ലക്ഷ്യം അവരുടെ മനസ്സിലുണ്ടാകണം. ആ പർവ്വതത്തിൻ്റെ ഏറ്റവും നെറുകയിലാണ് അവർക്ക് എത്തേണ്ടത് എന്ന് എപ്പോഴും അവരുടെ ഓർമ്മയിൽ വേണം. അത് ഓർമ്മയിലുണ്ടെങ്കിൽ മാത്രമേ എത്ര ദുർഘടമായ സ്ഥലത്തൂടെയും കാലുറപ്പിച്ച് അവർ പോകത്തുള്ളൂ. ആ ലക്ഷ്യം തലയിലില്ലെങ്കിൽ, ഓർമ്മയിലില്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള സ്ഥലത്ത് കാല് വെച്ച് കയറിപ്പോകും, എത്തേണ്ടിടത്ത് എത്തില്ല. അപ്പോൾ എത്തേണ്ടിടത്ത് എത്തണമെങ്കിൽ, ദുർഘടമായ കയറ്റം പോലും കയറണമെങ്കിൽ, അവിടെ പാദം ഉറപ്പിക്കണമെങ്കിൽ എപ്പോഴും ലക്ഷ്യം മുന്നിൽ വേണം. ഇല്ലെങ്കിൽ എളുപ്പമുള്ള വഴിയെ പോയി വേറെ ഏതെങ്കിലും സ്ഥലത്തെത്തും. അപ്പം പർവ്വതാരോഹകൻ എപ്പോഴും എത്തേണ്ട ലക്ഷ്യം മനസ്സ് സൂക്ഷിക്കണം. അതേസമയം പർവ്വതാരോഹകൻ ഈ എത്തേണ്ട ലക്ഷ്യം മാത്രം ഓർത്ത് ഓരോ കാൽച്ചുവടും വെക്കുന്നത് ശ്രദ്ധിക്കാതിരുന്നാൽ താഴെ വീഴുകയും ചെയ്യും. ഓരോ പാദവും പറിക്കുന്നതും വെക്കുന്നതും സൂക്ഷ്മതയോടെ വേണം. അപ്പോൾ ആ കാല് പറിക്കുന്നിടത്തും വെക്കുന്നിടത്തും അദ്ദേഹം സൂക്ഷിക്കണം. അപ്പോൾ അതാണ്, ഒരേ സമയത്ത് കാല് വെക്കുന്നിടത്തും സൂക്ഷിക്കണം, എത്തേണ്ട ലക്ഷ്യത്തിലും ശ്രദ്ധിക്കണം. ഇത് രണ്ടും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് വീഴാതെ ഈ ലക്ഷ്യത്തിലെത്താൻ കഴിയൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. ഈ ലൗകിക കാര്യങ്ങളിൽ ഏർപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ലൗകിക കാര്യങ്ങളിൽ നമ്മുടെ മനസ്സും ശരീരവും ബുദ്ധിയും എല്ലാം ഇടപെട്ട് പോകും. ഇടപെടാതെ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഇടപെട്ട് ജീവിക്കുമ്പോഴും ഒരു സ്വർഗത്തെപ്പറ്റി, ഒരു മരണാനന്തര ജീവിതത്തെപ്പറ്റി, ഒരു വിധിയെപ്പറ്റി, ഒരു സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റി ഉള്ളൊരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്നിട്ട് എനിക്കതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ മതി എന്നുള്ളൊരു ചിന്തയല്ല വേണ്ടത്. എനിക്ക് സ്വർഗത്തിലെത്തണം, എനിക്ക് സ്വർഗത്തിലെത്തണമെന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. കാരണം സ്വർഗത്തെപ്പറ്റി ബൈബിൾ പറയുന്നത് അത് കണ്ണ് കണ്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ അവാച്യമായ സൗഖ്യത്തിൻ്റെ അനുഭവമാണ്. നരകത്തെപ്പറ്റി കർത്താവ് പറഞ്ഞു അത് തീയും പീഠകളും നിറഞ്ഞതാണ്. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, ഇതുപോലെ ഒരു കൺവെൻഷൻ ദിവസം ഇതുപോലത്തെ വെയിലത്ത് രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെ ഇരിക്കുന്നതിൻ്റെ കഷ്ടപ്പാടൊന്ന് ഓർത്ത് നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ അവസാനിക്കാത്ത ഒരു നരകത്തിൽ കിടക്കുന്നതിനെ പറ്റി ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഒരിക്കലും അവസാനമില്ലാത്ത ഒരു നരകത്തിൽ കിടക്കുന്നതിനെ പറ്റി ഒന്ന് ഓർത്ത് നോക്കിക്കേ.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വർഗം എപ്പോഴും നമ്മുടെ ലക്ഷ്യമായിരിക്കണം. കാരണം നമ്മൾ സ്വർഗത്തിൽ എത്തേണ്ടവരാണ്. അവിടെ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. അവിടെ നമ്മൾ തിരിച്ചു ചെല്ലണമെന്ന് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നുണ്ട്.